ഹായ്, വെൽക്കം ടു എജുവിസ് ഓൺലൈൻ ലേണിംഗ് ആപ്പ്. നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് നഴ്സിംഗ് ലൈസൻസിങ് എക്സാംസ് ആയിട്ടുള്ള പ്രോമെട്രിക്, സൗദി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ DH, ഷാർജ MOH, ഹാദ് ദാറ്റ് DOH തുടങ്ങിയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള എജുവിസ് പ്രൊവൈഡ് ചെയ്യുന്ന 35 അവേഴ്സിൻ്റെ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഡെമോ വീഡിയോ ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സിസ്റ്റമാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ എന്ന് നോക്കാം. തൈറോയ്ഡ് ഗ്ലാൻഡ് ഗ്ലാൻഡ് ലൊക്കേഷൻ നമുക്കറിയാം, ആന്റീരിയർലി ആണ്, നമ്മുടെ നെക്കിന്റെ ആന്റീരിയർ പോർഷനിലാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, ട്രക്കിന് ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഏരിയയിലാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത് നമുക്കറിയാവുന്നതാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ മെയിൽസിനുള്ള എൻലാർജ്മെന്റ് ആണ് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. അതൊക്കെ അനാട്ടമിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഡിസീസ് കണ്ടീഷൻസ്, അതിന്റെ മാനേജ്മെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് T3, T4, TSH എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. TSH ആണോ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ഹോർമോൺ? അല്ല. TSH സെക്രീറ്റ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. നമ്മളൊരു ഓളത്തിൽ T3, T4, TSH എന്ന് പറഞ്ഞു പോകുന്നതാണ്. ഓർത്തു വെക്കേണ്ട പോയിന്റ്. മൂന്നാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് കാൽസിറ്റോണിൻ ആണ്. T3, T4 ആൻഡ് കാൽസിറ്റോണിൻ ഒരിക്കലും ഇനി മാറിപ്പോകരുത്. മൂന്നാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് T3, T4 ആൻഡ് കാൽസിറ്റോണിൻ. അപ്പൊ ഹോർമോൺ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കാം, നമ്മൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹോർമോൺസ് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് T3. T3യുടെ മറ്റൊരു പേരാണ് ട്രൈ അയോഡോ തൈറോനിൻ. നെക്സ്റ്റ് ഹോർമോൺ T4. നമ്മൾ പറയാറ് മോണോഡൈ ട്രൈ ടെട്ര എന്നാണല്ലോ. അപ്പൊ ടെട്ര അയോഡോ തൈറോനിൻ. മൂന്നാമത്തെ ഹോർമോൺ നമ്മൾ പറഞ്ഞു കാൽസിറ്റോണിൻ. കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് വേറെ കുറെ പോയിന്റുകളായിട്ട് പറയാനുണ്ടെങ്കിലും ജസ്റ്റ് ഇപ്പൊ ഒന്ന് പഠിച്ചു പോവാം. കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ. ഓക്കെ, കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ ബോൺ മിനറലൈസേഷൻ. വാട്ട് യു മൈ ബോൺ മിനറലൈസേഷൻ? ബോൺ മിനറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം എന്ന് പറയുന്നത് ബോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ബ്ലഡിന്റെ അകത്തുള്ള കാൽസ്യത്തിനെ ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ബോൺ ഡെൻസിറ്റി, ബോൺ മാസ് കൂട്ടുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. കാൽസിറ്റോണിന് പാര വെക്കുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്, അതിന് പേര് പാരാത്ത് ഹോർമോൺ എന്നാണ്. ആ പാരവെപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണിന്റെ അകത്തുള്ള കാൽസ്യത്തിനെ ബ്ലഡിലേക്ക് ഡീമിനറലൈസ് ചെയ്യുന്ന ഹോർമോണാണ് പാരാത്ത് ഹോർമോൺ. ആ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. അപ്പൊ പാരാത്ത് ഹോർമോൺ ഇസ് എ പാരവെക്കൽ ഓഫ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പരിപാടിയാണ് പാരാത്ത് ഹോർമോൺ ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 3 ഹോർമോൺസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ T3, T4 ആൻഡ് കാൽസിറ്റോണിൻ. ഇനി ഇതിൻ്റെ അകത്ത് ഓർക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, എക്സാമിന് നമ്മൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ട്രൈ അയഡോ ടെട്രാ അയഡോ അല്ലെ. ഈ അയഡോ എന്നുള്ള വേർഡ് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ അയഡിൻ എന്ന് പറയുന്ന മൈക്രോ എലമെന്റ് ആവശ്യമുണ്ട്. മൈക്രോ ആയിട്ടുള്ള മൂലകം നമുക്ക് ആവശ്യമുണ്ട്. അയഡിൻ നമുക്ക് എസെൻഷ്യൽ ആണ് തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്ത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ 3 ഹോർമോൺസ് ആണ്. T3 ദാറ്റ് ഈസ് ട്രൈ അയഡോ തൈറോനിൻ, T4 ടെട്രാ അയഡോ തൈറോനിൻ ആൻഡ് കാൽസിറ്റോണിൻ. അപ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ 3 ഹോർമോൺസിന്റെ പേര്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, അയോഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ സിന്തസിസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. നമ്മളിപ്പോൾ പറഞ്ഞു അയോഡിൻ എന്ന് പറയുന്ന എലമെന്റ് തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഹോർമോൺ ഉൽപാദനത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരാളെ ഇൻടേക്ക് ഓഫ് ഫുഡിൽ അയോഡിൻ കുറയുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ്, തൈറോയ്ഡ് സെൽസ് അയോഡിൻ ഉൽപാദനം
അയഡിന്റെ അളവ് കുറയുമ്പോൾ തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. തൈറോയ്ഡ് ഹോർമോണിന്റെ ഉൽപാദനം കുറച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കുന്നു. പക്ഷേ അവിടെ സംഭവിക്കുന്നത് തൈറോയ്ഡ് ഹോർമോൺസിന്റെ അളവ് കുറയുമ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന TSH ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഗ്ലാൻഡ് എൻലാർജ്ഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നു. പക്ഷെ ഗോയിറ്റർ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് ആണെങ്കിലും അവിടെ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടാക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, iodine is essential for synthesis of thyroid hormones. Iodine deficiency leads to endemic goiter that cause hypothyroidism. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ്, ടോക്സിക് ഗോയിറ്റർ ഈസ് നോൺ ആസ് ഗ്രേവിസ് ഡിസീസ്. ഗ്രേവിസ് ഡിസീസ് എന്ന് പറയുന്നത് ടോക്സിക് ഗോയിറ്റർ ആണ്. ദാറ്റ് ലീഡ്സ് ടു ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കുന്ന കണ്ടീഷനാണ് ഗ്രേവിസ് ഡിസീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഹാഷിമോട്ടോസ് ഡിസീസ്. HASHIMOTOS. ഹാഷിമോട്ടോസ് ഡിസീസ് ഓട്ടോ ഇമ്മ്യൂൺ അട്രോഫി ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് ഹാഷിമോട്ടോസ് ഡിസീസ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ്, തൈറോയ്ഡ് ഡെഫിഷ്യൻസി ഇൻ പ്രഗ്നൻസി ലീഡ്സ് ടു ക്രെറ്റിനിസം ടു ദ ബേബി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചെറിയ കുട്ടികൾക്ക് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ വിളിക്കുന്ന പേരാണ് ക്രെറ്റിനിസം. അത് മദറിന് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവും. മെന്റൽ റിട്ടാർഡേഷൻ, സീഷർ ആക്ടിവിറ്റിയാണ് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചർ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഹൈപ്പോതൈറോയിഡിസം ഇൻ പ്രഗ്നൻസി ലീഡ്സ് ടു പ്രീ ടേം ലേബർ. ഇതൊക്കെ എക്സാമിന് ചോദിച്ച പോയിന്റുകളാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം. ഹൈപ്പോതൈറോയിഡിസം ലീഡ്സ് ടു പ്രീ ടേം ലേബർ ഇൻ പ്രഗ്നൻസി. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, തൈറോയ്ഡ് ഹോർമോൺസ് ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു BMR. നമ്മൾ ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. തൈറോയ്ഡ് ഹോർമോൺസ് ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു BMR. തൈറോയ്ഡ് ഹോർമോൺസ് directly proportional to BMR. What do you mean by BMR? എന്താണ് BMR? Basal metabolic rate. എന്താണ് basal metabolic rate? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എനർജി, കാറ്റബോളിസത്തിന്റെ ഫലമായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന റേറ്റിനെ വിളിക്കുന്ന പേരാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓടുകയാണ്, നടക്കുകയാണ്, ഈവൻ വെറുതെ ഇരിക്കുമ്പോൾ അടക്കം ബോഡിയിൽ കാറ്റബോളിസം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ആ എനർജി പ്രൊഡക്ഷന്റെ റേറ്റ് ആണ് BMR എന്ന് പറയുന്നത്. ആ BMR തൈറോയ്ഡ് ഹോർമോണുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ഹൈപ്പോതൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം നമുക്കൊന്ന് പരിശോധിക്കാം. ഹൈപ്പോതൈറോയിഡിസം, മറ്റൊരു കോളത്തിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം നോട്ട് ചെയ്യാം. ഹൈപ്പർ തൈറോയിഡിസം ഇപ്പൊ രണ്ട് കണ്ടീഷൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, ഹൈപ്പോതൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം. നമുക്ക് നോക്കാം രണ്ട് കണ്ടീഷൻ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമ്മൾ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. തൈറോയ്ഡ് ഹോർമോൺസ് ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു BMR എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കുക. ഹൈപ്പോതൈറോയിഡിസത്തിൽ BMR കുറവായിരിക്കും, ഡിഗ്രീസ് BMR. എന്താണ് BMR? ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് BMR എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരാൾക്ക് BMR കുറവ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറവായിരിക്കും, അല്ലേ? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറവാവുന്ന ഒരാൾക്ക് ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, അവർക്ക് എന്ത് അനുഭവപ്പെടും? ഫെറ്റീഗ് ഉണ്ടാവും, അല്ലേ? എനർജി പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ഫെറ്റീഗ് ഉണ്ടാവും. അപ്പൊ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ക്ലിനിക്കൽ ഫീച്ചർ ഇമ്പോർട്ടന്റ് ആണ്, ഡിഗ്രീസ് BMR നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഡിഗ്രീസ് എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവും, ഡിഗ്രീസ് എനർജി പ്രൊഡക്ഷൻ. സ്വാഭാവികമായിട്ടും എനർജി പ്രൊഡക്ഷൻ കുറയുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അവർക്ക് എന്ത് അനുഭവപ്പെടും? ഫെറ്റീഗ് ഉണ്ടാകും. ഓക്കെ, ഇനി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണല്ലോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഓടുക, ചാടുക, കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നു? എനർജി പ്രൊഡക്ഷൻ കൂടുന്നു. ആ സമയത്ത് ബോഡി തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഹീറ്റ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇവിടെ BMR കുറയുന്ന സമയത്ത് എനർജി പ്രൊഡക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് പ്രൊഡക്ഷൻ കുറയുന്നു. ഹീറ്റ് പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ലിനിക്കൽ ഫീച്ചർ നമുക്ക് കാണാൻ പറ്റും. ആ ക്ലിനിക്കൽ ഫീച്ചർ ആണ് ഇൻടോളറൻസ് ടു കോൾഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്ലിനിക്കൽ ഫീച്ചർ.
intolerance to cold. Intolerance to cold. Why there is intolerance to cold? Intolerance to cold ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ ബോഡിയിൽ ഓൾറെഡി കോർ ടെമ്പറേച്ചർ കുറവായിരിക്കും ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടെങ്കിൽ. എങ്ങനെയാണ് ബോഡി ടെമ്പറേച്ചർ കുറയുന്നത്? ബോഡിയുടെ മെറ്റബോളിസത്തിന്റെ ഫലമായിട്ടാണ് ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ഇവിടെ BMR കുറവായതുകൊണ്ട് ഹീറ്റ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. ഹീറ്റ് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ചൂടിന്റെ അളവ് കുറവായിരിക്കും, ബോഡി തൊട്ടാൽ തണുപ്പായിരിക്കും. അപ്പൊ എന്താണ് ഇൻടോളറൻസ് ടു കോൾഡ് എന്ന വാക്കിനർത്ഥം? ഇൻടോളറൻസ് ടു കോൾഡ് എന്ന വാക്കിനർത്ഥം ചെറിയൊരു തണുപ്പിനോട്, കോൾഡ് എൻവയോൺമെന്റിനോട്, കോൾഡ് ക്ലൈമറ്റിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ഷിവറിങ് വരും, വിറയൽ വരും. ആ ഒരു ക്ലിനിക്കൽ ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് ഇൻടോളറൻസ് ടു കോൾഡ് എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചറാണ്. എക്സാമിന് ചോദിക്കും. രണ്ട് ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്, ഫെറ്റീഗും ഇൻടോളറൻസ് ടു കോൾഡും. ഇനി അടുത്ത് നമുക്ക് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഹൈപ്പോതൈറോയിഡിസത്തിൽ എന്ത് ഫൈൻഡിങ് ഉണ്ടാവും നോക്കാം. ആള് മെറ്റബോളിസം കുറവാണ്, ആൾക്ക് ഫെറ്റീഗ് ഉണ്ട്, ആള് വെറുതെ ഇരിക്കുകയാണ് എന്ന് വിചാരിച്ചു, വർക്കുകളൊന്നും ചെയ്യുന്നില്ല, BMR കുറവല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു ജോലിയും ചെയ്യാത്ത ഒരാളെ ഹാർട്ട് റേറ്റും BP എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റും BP കൂടുന്നത് പോലെ തന്നെ ഫംഗ്ഷൻ കുറയുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റും BP എന്തായിരിക്കും? അത് കുറവായിരിക്കും. ഡിഗ്രീസ് HR ആൻഡ് BP. ഹാർട്ട് റേറ്റും BP കുറവായിരിക്കും കാർഡിയോവാസ്കുലർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചർ ഹൈപ്പോതൈറോയിഡിസത്തിൽ ഹാർട്ട് റേറ്റും BP കുറവായിരിക്കും. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ മെറ്റബോളിസത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒന്നും എന്ത് ചെയ്യപ്പെടുന്നില്ല, അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നു, അതിനെ അബ്സോർബ് ചെയ്യുന്നു, ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു, പക്ഷേ ആ ഗ്ലൂക്കോസിനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല? എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓർത്ത് വെക്കേണ്ട അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും. ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്ലൂക്കോസ് എനർജിക്ക് വേണ്ടി സെല്ല് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ ആക്ടിവിറ്റി ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അകത്തുള്ള ഗ്ലൂക്കോസ് കലോറി എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ആ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടുകയും ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും അങ്ങനെ ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള ആളുകൾക്ക് കൊളസ്ട്രോളിന്റെ അളവും ഗ്ലൂക്കോസിന്റെ അളവും കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും വെറുതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ആളെ വെയിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഒബേസിറ്റി ഉണ്ടാവും, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അങ്ങനെ ഓർത്തു വെക്കുക, ഒബേസിറ്റി ഉണ്ടാവും എന്ന് ഓർത്തു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ആക്ടിവിറ്റി ലെവൽ കുറവായതുകൊണ്ട് തന്നെ ബവൽ മൂവ്മെന്റ്സ് കുറവായിരിക്കും. നമുക്കറിയാം ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തുണ്ടാവാറുണ്ട്? കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് പോലെ, ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നത് പോലെ തന്നെ ആക്ടിവിറ്റി ലെവൽ കുറവായിട്ടുള്ള ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള പേഷ്യന്റിനും GI സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പൊ എന്തൊക്കെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞത്? ഫെറ്റീഗ് ഉണ്ടാവും, ഇൻടോളറൻസ് ടു കോൾഡ് ഉണ്ടാവും, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ഹാർട്ട് റേറ്റും BP കുറവായിരിക്കും, മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കാത്തതുകൊണ്ട് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവും, ആ ഗ്ലൂക്കോസ് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും, ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാവും, വെയിറ്റ് കൂടുതലായിരിക്കും, ഒബേസിറ്റി ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഇനി അടുത്ത ക്ലിനിക്കൽ ഫീച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മൾ പറയാറുണ്ട് വെറുതെ ഇരിക്കുന്നാൽ നീര് വെച്ച് പോകുന്നു പറയാറുണ്ടല്ലേ, വെറുതെ ഇരുന്നാൽ നീര് വെച്ച് പോകുന്നു പറയാറില്ലേ. അതേപോലെ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള ആളുകൾക്ക് ഫംഗ്ഷൻ വളരെ കുറവാണല്ലോ, ബോഡി ഫംഗ്ഷൻ. അവർ വെറുതെ ഇരിക്കാന്ന് വിചാരിക്കുക, അവർക്ക് ബോഡിയിൽ എഡിമ വരും, നീര് വെക്കും. ആ ഒരു എഡിമയ്ക്ക് വിളിക്കുന്ന പേരാണ് മിക്സ് എഡിമ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള ആളുകൾക്ക് എഡിമ ഉണ്ടാവുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് മിക്സ് എഡിമ എന്ന് പറയുന്നത്. മിക്സ് എഡിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഫ്നെസ് ഓവർ ദ ഐസ് ആൻഡ് ഫേസ്. ഹൈപ്പോതൈറോയിഡ്സത്തിൽ അഡൾട്ട്സിന് ഉണ്ടാവുന്ന ഹൈപ്പോതൈറോയിഡ്സിന്റെ മറ്റൊരു പേരും കൂടിയാണ് മിക്സ് എഡിമ എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഏതൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞത്? ഫെറ്റീഗ് ഉണ്ടാവുന്നു, ഇൻടോളറൻസ് ടു കോൾഡ് ഉണ്ടാവുന്നു, ഹാർട്ട് റേറ്റും BP കൂടുന്നു, ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുന്നു, ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാവുന്നു, ഒബേസിറ്റി, കോൺസ്റ്റിപ്പേഷൻ, മിക്സ് എഡിമ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് ഹൈപ്പോതൈറോയിഡ്സത്തിൽ. പിന്നെയും കുറെ ഫീച്ചേഴ്സുകൾ ഉണ്ട്. മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലാരിറ്റി, ബ്രിട്ടിൽ ഹെയർസ് ഒക്കെ എക്സാമിന് അത്രമാത്രം ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈപ്പോതൈറോയിഡ്സത്തിന്റെ. ഇനി നമ്മൾ ഹൈപ്പർ തൈറോയിഡ്സം പഠിക്കാൻ വളരെ എളുപ്പമാണ്. എളുപ്പം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഹൈപ്പോതൈറോയിഡ്സം പഠിച്ചല്ലോ. ആ ഹൈപ്പോതൈറോയിഡ്സത്തിന്റെ
ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് എന്തിൻ്റെ അകത്ത് ഉണ്ടാവുക, ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ അകത്തുണ്ട്. അപ്പൊ എന്തായിരിക്കും ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉണ്ടാവുക നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് തന്നെ പറയാൻ പറ്റും എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക. BMR എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇൻക്രീസ് BMR. BMR കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്തായിരിക്കും, എനർജി പ്രൊഡക്ഷൻ കൂടുമ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഇൻടോളറൻസ് ടു കോൾഡ് എന്ന് പറഞ്ഞതിന് പകരമായിട്ട് നമ്മൾ ഇൻടോളറൻസ് ടു ഹീറ്റ് ആയിരിക്കും ഉണ്ടാവും. ഇൻടോളറൻസ് ടു ഹീറ്റ്. ഇനി അടുത്തത് ബോഡി ഫംഗ്ഷൻ കൂടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ മെറ്റബോളിസം കൂടുന്നു, ബോഡി ഫംഗ്ഷൻ കൂടുന്നതുകൊണ്ട് ഹാർട്ട് റേറ്റും BP കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഇൻക്രീസ് HR, ഇൻക്രീസ് BP. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പാൽപിറ്റേഷൻ ഉണ്ടാവും. എന്താണ് പാൽപിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യും, അതിന് വിളിക്കുന്ന പേരാണ് പാൽപിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻടോളറൻസ് ടു ഹീറ്റ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഓർത്ത് വെക്കേണ്ടതുണ്ട് ഹാർട്ട് റേറ്റും BPയും, അതേപോലെ പേഷ്യന്റ് പാൽപിറ്റേഷനും ഉണ്ടാവും. ഇനി ഗ്ലൂക്കോസിന്റെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും, ഹൈപ്പോഗ്ലൈസീമിയ. കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിന്റെ അകത്തുള്ള എനർജിയും അവരെന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബോഡി എന്ത് ചെയ്യും, ലീൻ ആവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കോൺസ്റ്റിപ്പേഷന് പകരം അവർക്ക് എന്തുണ്ടാവും, ഡയറിയ ഉണ്ടാവും. കാരണം പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കൂടുതലായിരിക്കും. മിക്സഡിമക്ക് പകരം ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എക്സോഫ്താൽമസ്. ഞാനിത് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഓപ്പോസിറ്റ്, നിങ്ങൾക്ക് തന്നെ അത് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. BMR കൂടുന്നത് കൊണ്ട് ഇൻടോളറൻസ് ടു കോൾഡിന് പകരം ഇൻടോളറൻസ് ടു ഹീറ്റ് ഉണ്ടാവും. ഹാർട്ട് റേറ്റും BPയും കൂടുതലായിരിക്കും, ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യും, പാൽപിറ്റേഷൻ ഉണ്ടാവും, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, ലീൻ ആയിരിക്കും ബോഡി, വെയിറ്റ് ലോസ് ഉണ്ടാവും, ഡയറിയ. എക്സോഫ്താൽമസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സോ എന്ന് വെച്ചാൽ പുറത്തേക്ക്, എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളോട്ടല്ലേ. അപ്പോൾ ഓഫ്താൽമസ് കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് വരുന്നതിന് വിളിക്കുന്നവരാണ് എക്സോഫ്താൽമസ്. ഈ രീതിയിലാണ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡെമോ ക്ലാസ്സുകൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ലൈസൻസിങ് എക്സാംസും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും.